ഈ 800 നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 55 കൊടുക്കാം. 55 റുപ്യ ഫുൾ ലോൺ കിട്ടും. കസ്റ്റമർ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 60 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 60 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം. ഹായ് ഫ്രണ്ട്സ്, റെനീസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് അലിഫ് യൂസ് കാർസിലാണുള്ളത്. ഇവിടെ കുറച്ചധികം വണ്ടികളുണ്ട്, കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികളുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ കുറച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഇത് ലൊക്കേഷൻ വരുന്നത് കുളപ്പുറത്തുള്ള ഇരുമ്പുചോല പറഞ്ഞ സ്ഥലത്താണുള്ളത്. മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്തുള്ള ഇരുമ്പുചോല പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുഖാണ്, നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ നമുക്ക് സ്വിഫ്റ്റ് മോഡൽ എങ്ങനെ വരുന്നത്? ഇത് മോഡൽ എന്റെ സ്വിഫ്റ്റ് VDI ആണ്. മോഡൽ 2011-12. 11 മോഡൽ 12 രജിസ്ട്രേഷൻ. ഇതിന്റെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഇതിലൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് ഓണർ നാലാമത്തെ ഓണർ. പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ ഓടിയത് 1,38,400. അത് കറക്റ്റ് ജെനുവൻ ആണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. ആവശ്യമുള്ള എടുക്കാം. പിന്നെ വണ്ടിന്റെ കണ്ടീഷൻ എന്താ പാട്? കണ്ടീഷൻ കുഴപ്പമില്ല, ഓക്കെയാണ്. നല്ല വണ്ടി അല്ലേ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ വണ്ടിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹീറ്റാണോ ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 80% മുകളിലുണ്ട്. അത് നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 295. 2,95,000 റുപ്യ കൊടുക്കാം. പിന്നെ അതിലെന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കോ? നമുക്ക് എന്തെങ്കിലും കുറച്ചൊക്കെ കസ്റ്റമർ വരുന്നതനുസരിച്ച് മാക്സിമം നമുക്ക് ലോൺ നമുക്ക് പിന്നെ 2,25,000 ലോൺ കിട്ടും. 2,25,000 ലോൺ കിട്ടും. ആ വണ്ടി നമുക്ക് ഒരു 70 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കല്ല. നല്ല കസ്റ്റമർക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 70 റുപ്യ കൊടുക്കാം. ഓക്കെ, അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കും നമുക്ക് കസ്റ്റമർ വരുന്നതനുസരിച്ച്. നമുക്ക് എന്തെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ അടുത്ത വണ്ടി അടുത്തൊരു വണ്ടി മാരുതി 800 സാധാരണക്കാരുടെ വണ്ടി. എസിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എസിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും. റീപ്ലേസ്മെന്റ് എന്തെയ്യണ്ട? റീപ്ലേസ്മെന്റ് ഇതിലൊന്നുമില്ല. എത്ര മോഡൽ? എത്ര ഇത് വണ്ടി? മോഡൽ ഇത് 2006. 2006 ആകുമ്പോ 2026 വരെ പേപ്പർ ഉണ്ടാവും. ടാക്സും എല്ലാം ഉണ്ടാവും. ടാക്സും കാര്യങ്ങളും 2026 വരെ ഫുൾ പേപ്പർ ഉണ്ട്. ഒരു കൊല്ലം കൂടി ഉണ്ടാവില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പറഞ്ഞു കൊടുക്കുക കസ്റ്റമർ. പിന്നെ AC വർക്കിംഗ് ആണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. വണ്ടിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് MPF എഞ്ചിൻ അല്ലേ? MPF എഞ്ചിൻ അല്ലേ? നമ്മൾ ഫൈനലിലേക്ക് എത്ര കൊടുക്കാതെ? ഓഫർ വിലക്ക് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 78 റുപ്യ. എന്തെങ്കിലും കുറച്ച് കൊടുക്കോ? കുറച്ച് നമുക്ക് കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വരുന്നതനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇതിൽ ലോണൊന്നും കിട്ടില്ലല്ലോ? ഇല്ല, ലോണൊന്നും റെഡി ആയിട്ടാണ്. അത് റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഫൈനലാക്കി നമുക്ക് 78 റുപ്യ കൊടുക്കാം. 78 റുപ്യ. ഓക്കെ. ഹുണ്ടായിന്റെ ഒരു ഗ്രാൻഡ് ആയിട്ട് ഇതെങ്ങനെ മോഡൽ വരുന്നിക്ക? ഇത് മോഡൽ 2014 മോഡൽ. ഇത് ഡീസലാ പെട്രോളാ? ഇത് ഡീസൽ വണ്ടിയല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 1,14 ഓടിക്കുന്നു. 1,14 ഓടി. അത് ജെനുവിൻ ആണ്. കമ്പനി ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. ചെക്ക് ചെയ്യാം. റീപ്ലേസ്മെന്റ് എന്തെയ്യണ്ട? റീപ്ലേസ്മെന്റ് ഇതില് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് കമ്പനി മാറിയതാ? കമ്പനി മാറിയതാണ്. വേറെ അപാകതയും കാര്യങ്ങളും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അപ്രോണും തട്ടിയിടൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കുക? ഗ്യാരണ്ടിയിൽ ആർക്കും കൊടുക്കാം. പ്രശ്നമില്ല. ഇതിന്റെ ഇന്റീരിയർ ഭാഗം വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ, AC പവർ. നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 290 കൊടുക്കാം. 290. എത്ര ലോൺ എത്ര കിട്ടും? ലോൺ ഏകദേശം നമുക്ക് ഇതില് ഫുൾ ലോൺ കിട്ടും.
ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. കസ്റ്റമർ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പൊ അടുത്തൊരു ഒരു ഐട്ടൺ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? മോഡൽ 2010. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എത്രാമത്തെ ഓണറാ? ഇത് ഓണർ 4ാമത്തെ ഓണർ. വേറെ റീപ്ലേസ്മെന്റ് അപകടവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2010 ആകുമ്പോൾ പുതിയ പേപ്പറാണ്. അപ്പൊ 2030 വരെ പുതിയ പേപ്പർ ഉണ്ടാവും. അപ്പൊ നമുക്ക് എണ്ണ അടിച്ച് ഓടിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ടയറും കാര്യങ്ങളും ഒരു 80% അടുത്ത് ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പിന്നെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ വണ്ടി? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. വരൂല്ലേ? സെൻട്രൽ ലോക്ക് ഒക്കെ വരില്ലേ? സെൻട്രൽ ലോക്ക് ഇല്ല. പിന്നെ ഇത് നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 2.40 2.40 കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കോ? അതിലെന്തെങ്കിലും കസ്റ്റമർ ലോൺ എന്തെങ്കിലും കുറവിന്? ലോൺ ഇതില് കേറാൻ കുറവാണ്. സേട്ട് ഫിനാൻസ്, ശ്രീരാം അങ്ങനത്തെ ശ്രീറാം കിട്ടും. സേട്ടും കിട്ടൂല. അപ്പൊ നമുക്ക് ഫൈനലാക്കി 2.40 കൊടുക്കാം. അതിലെന്തെങ്കിലും കസ്റ്റമർ വരുന്ന കുറച്ച് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഫാബിയ, സ്കോഡന്റെ ഫാബിയ. ഇതെങ്ങനെ മോഡൽ? മോഡൽ 2009. 2009. അപ്പൊ 2029 വരെ പേപ്പർ ഉണ്ടോ? ഓക്കെ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറയാൻ പറ്റുമോ? കിലോമീറ്റർ നോക്കിയിട്ടില്ല, നോക്കണത്. 1.45 മാക്സിമം ചുരുങ്ങിയത്. ജെനുവിൻ ആണ്. ആണല്ലേ? വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? പിന്നെ ടയറും അലോയൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ നേരത്തെ അല്ലേ? അലോയും കാര്യം കമ്പനി വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ചെറിയതായിട്ട് സീറ്റ് കവറിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ഇതുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുണ്ട് വണ്ടി. ഫൈനൽ 1.55 കൊടുക്കാം. അതിൽ കസ്റ്റമർ വരുന്ന കുറച്ച് കൊടുക്കാം. ഇത് മൈലേജ് എത്ര? മൈലേജ് ഒരു 19-20 ഉള്ളിലായിട്ട് കിട്ടും. പിന്നെ ഇതിന് ഫിനാൻസ് എന്തെങ്കിലും കിട്ടുമോ? ഫിനാൻസ് നമുക്ക് ഇത് കിട്ടും. ശ്രീറാം കിട്ടും. പിന്നെ സേട്ട് അടവായിട്ടുള്ള കസ്റ്റമർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കല്ലേ? ഓക്കെ. വീണ്ടും അടുത്തൊരു 800 സാധാരണക്കാരെ അടുത്ത വണ്ടി മാരുതി 800. എത്ര മോഡൽ 2008. 2028 വരെ പേപ്പർ ഉണ്ട്. ടാക്സും റിന്യൂവലും എല്ലായിടത്തും 2028 വരെ. റീപ്ലേസ്മെന്റ് എന്തുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. ഓക്കെ. പിന്നെ ഇതിന് ഇത് വരില്ല? MPFI. പിന്നെ ഇതിന് AC വരുന്നുണ്ടോ? AC ഉണ്ട്. നല്ല കൂളും കാര്യങ്ങളൊക്കെയാണ്. തണുപ്പുണ്ട് അല്ലേ? തണുപ്പൊക്കെ ഉള്ള വണ്ടിയില്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. ഓക്കെ. വണ്ടിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട്. 2008 ഒരു ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC വരുന്ന വണ്ടിയാണ്. MPFI ആണ്. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കുക വണ്ടി? ഫൈനൽ 87 കൊടുക്കാം. 87. എന്തെങ്കിലും കുറച്ച് കൊടുക്കോ? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ആദ്യം കസ്റ്റമർ വരട്ടെ, നമുക്ക് ചെയ്യല. അടുത്തൊരു നാനോ, നീലക്കിളി നാനോ. എങ്ങനെ മോഡൽ തന്നെ? ഇത് മോഡൽ 2015-16. 2015-16 രജിസ്ട്രേഷൻ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 41,850. അത് കറക്റ്റ് ആണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും കസ്റ്റമർ കൊടുക്കാം. ഓക്കെ. ടയറും കാര്യങ്ങളൊന്നും അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 70-80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട്. ഇത് പവർ സ്റ്റാരിങ് വരില്ലേക്കാ? പവർ സ്റ്റാരിങ് ഉണ്ടാവില്ല. അപ്പൊ AC പവർ സ്റ്റാരിങ് ഒക്കെ വരും. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ് വരും. അപ്പൊ ഈ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? നമുക്കത് ഒരു 1.26 കൊടുക്കാം. 1.26 ഫൈനലാക്കി 1.26. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇതിനിപ്പോ നാനോക്ക് ഫിനാൻസ് കിട്ടുമോ? നാനോക്ക് ഫിനാൻസ് കിട്ടും. ശ്രീരാമക്ക് കിട്ടും. അപ്പൊ കസ്റ്റമർ വരുന്നതനുസരിച്ച് നമുക്ക് ഒരു കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രീരാമ കിട്ടൂല, നമുക്ക് സേട്ടടവായിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തൊരു 800 വീണ്ടും 800. ഇത് എങ്ങനെ മോഡൽ തന്നെ? സെയിം കളറിനല്ലേ? അത് സെയിം കളർ തന്നെ. ഇത് 2004 മോഡൽ. 2004 മോഡൽ. അപ്പൊ 2000
എത്ര വരെ ഉണ്ടാവും? 2029 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? പുതിയ പേപ്പർ ഇട്ടുണ്ടാവും. അപ്പോ റീപ്ലേസ്മെന്റ് എന്തെയുണ്ടാ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഒന്നുമില്ല. ഇത് MPF MPF എഞ്ചിൻ അല്ല, ഇത് പിന്നെ കാർബറേറ്റർ ആണ്. MPF അല്ല. AC ഉണ്ട് ഇതിന്. AC ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെയുണ്ടാ? റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. ഓരോ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെയിന്റ് ടച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഡീറ്റെയിൽക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ഈ 800 നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് 55 കൊടുക്കാം. 55 റുപ്യ. അതിലെന്തെങ്കിലും കുറവുണ്ടാവൂലേ? നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കല്ലേ? അപ്പൊ 55,000 റുപ്യക്ക് ഒരു 800. മഴ കൊള്ളാതെ നമുക്ക് ഒരു 800. എണ്ണ അടിക്കുക ഓടാ. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അടുത്തൊരു സ്കോഡന്റെ ഫാബിയ. വീണ്ടും ഫാബിയ. വെറും വൈറ്റ് കളറിനെ. സെയിം തന്നെ സാധനം. ഇത് എത്ര മോഡൽ? എത്ര മോഡൽ 2008 മോഡൽ. അപ്പൊ 2028 വരെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം 2028 വരെ ഉണ്ടാവും. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. റീപ്ലേസ്മെന്റ് എന്തിനാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എത്രാമത്തെ ഓണർ ആയിന്ന് അറിയോ? ഓണർ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ നമുക്ക് ചെക്ക് ചെയ്ത് കസ്റ്റമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഓടി വരാൻ പറ്റുമോ? കിലോമീറ്റർ 125 ഓടി ഉണ്ടോ? അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. പിന്നെ വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് ഒരു 130 കൊടുക്കാം. 130 കൊടുക്കാം. 130 നല്ലൊരു ഡീസൽ വണ്ടി. എത്ര മൈലേജ്? 10-20 കിട്ടില്ല. മൈലേജ് ഇല്ല. പിന്നെ ഫൈനലാക്കി 130 ലോൺ എന്തെങ്കിലും കയറും ഇതിന്? ആയിട്ട് കയറൂല. അപ്പൊ 130 നമുക്ക് നല്ലൊരു ഡീസൽ വണ്ടി. ഓക്കെ. അടുത്തൊരു വീണ്ടും നാന. ഇതെങ്ങനെ മോഡൽ? ഇത് 2014-15 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ പറ്റുമോ? ഇത് ഓടിക്കുന്ന കിലോമീറ്റർ 78,000 വന്നു. 78,000 കറക്റ്റ് ജനുവൻ ആണ്. 78,000 പോയി. പിന്നെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് മറ്റേ ഡിക്ക് ഓപ്പൺ ആക്കുന്ന ടൈപ്പ്? ഇത് വിത്തൗട്ട് ഡിക്ക് ആണ്. അല്ല. നോർമൽ പവർ സ്റ്റാരിംഗ് വരുമോ? പവർ സ്റ്റാരിംഗ് അല്ല. പവർ സ്റ്റാരിംഗ് അല്ല, സാധാ സ്റ്റാരിംഗ്. ഓക്കെ. ടയറും കാര്യങ്ങളും ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ AC 2 ഡോറ് പവർ വിൻഡോ. നമുക്ക് ഇത് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഫൈനൽ നമുക്ക് 78 കൊടുക്കാം. 78,000 റുപ്യക്ക് കൊടുക്കാം. അപ്പൊ 78,000 റുപ്യക്ക് ഒരു ലോ ബഡ്ജറ്റ് വണ്ടി. ഓക്കെ അല്ലെ? മഴ കൊള്ളാതെ നമുക്ക് ബൈക്കിന്റെ വിലക്ക് നമുക്ക് ഒരു ബൈക്കിന്റെ വിലയില്ല, അതിനും കുറച്ച് കൊടുക്കല്ലേ? 78,000 റുപ്യക്ക് നമുക്ക് നാനോ കൊണ്ടുപോവാം. മഴ കൊള്ളാതെ നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് വണ്ടി കൊണ്ടുപോവാം. 800 ബ്ലാക്ക് കളർ അല്ലെ? ഗ്രേ കളർ. ഇത് എത്ര മോഡൽ? ഇത് മോഡൽ 2015 ആണ്. 2015. എത്രാമത്തെ ഓണറാ? ഇത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെയുണ്ടാ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എത്രാമത്തെ ഓണർ? അത് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ ഇതില് പിന്നെ ഒരു 76,000 കിലോമീറ്റർ. 76,000 ജെനുവിൻ ആണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടത്? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ എടുത്തിട്ടില്ല. കസ്റ്റമർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഓക്കെ. ടയറും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. ഒരു 80% ടയറും കാര്യമുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് LXi ആണ്. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാരിംഗ് വരും. അപ്പോൾ ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഫൈനൽ നമുക്കൊരു 215 കൊടുക്കും. 215. അതിന് എത്ര ലോൺ കയറും നമുക്ക്? അതിൽ ലോൺ നമുക്ക് ഒരു ഏകദേശം ഒരു 1.75 ഒക്കെ ലോൺ കിട്ടും. 1.75. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 1.75 കൊടുക്കാം. നമുക്ക് ഫൈനലാക്കി 2.15 കുറച്ച് കൊടുത്തു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മോഡൽ? ഇത് മോഡൽ 2012 ആണ്. 2012 മോഡൽ.
പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 73,000 കിലോമീറ്റർ. അത് ജെനുവിൻ ആണ്? ജെനുവിൻ ആണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല, എടുക്കാം. എത്രാമത്തെ ഓണർ അത്? ഓണർ രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണർ. പിന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല? റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, തട്ടലും മുട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ജെനുവിനായിട്ട് കൊടുക്കാം. ഓക്കെ. വണ്ടിന്റെ ടയറും കാര്യങ്ങളും ടയർ ഫ്രണ്ടില് കുറച്ച് ടയർ കുറവാണ്, ബാക്കിലും കുറച്ച് കുറവുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യം ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. ഇത് LXi ആ? ഇത് LXi അല്ലേ? LXi. അപ്പോൾ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്. പിന്നെ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഈ ഫൈനൽ 2,20 കൊടുക്കാം. 2,20 കുറച്ച് കൊടുക്കൂലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഫിനാൻസ് എത്ര കയറും? ഇത് ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 1,25 അതിലൊക്കെ ഫിനാൻസ് 1,25 വരെ കയറും. അതായത് നമ്മൾ ബാങ്ക് തന്നെ കയറും അതോ ശ്രീറാം കയറും? പിന്നെ ബാങ്ക് ഫിനാൻസ് കയറുമോ? ബാങ്ക് ഫിനാൻസ് കയറാൻ ചാൻസ് കുറവാണ്. നമുക്ക് ശ്രീറാമിൽ നമുക്ക് ചോദിച്ചു നോക്കാം. മാക്സിമം കസ്റ്റമർക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ അടുത്തൊരു വാഗനർ, ന്യൂ ഷേപ്പ് വാഗനർ. ഇതെങ്ങനെ മോഡൽ? VXi മോഡൽ. ഇതെങ്ങനെ? 2019 മോഡൽ VXi. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? 42,000 കിലോമീറ്റർ. 42,000. അത് കമ്പനി ജനുവരി ഉള്ള വണ്ടി തന്നെയാണ്. കമ്പനി ചെക്ക് ചെയ്യാം, കസ്റ്റമർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. റീപ്ലേസ്മെന്റും കാര്യങ്ങളും ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. പുതിയ വണ്ടിയാണ്, ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ അല്ലേ പറഞ്ഞത്? സിംഗിൾ ഓണർ. ഓക്കെ. അപ്പോ ടയറും കാര്യങ്ങളും ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട്. ഈ ന്യൂ ഷേപ്പ് വാഗനർ നമുക്ക് എത്ര കൊടുക്കാം ഫൈനലാക്കിയിട്ട്? ഇത് നമുക്കൊരു 5,30 കൊടുക്കാം. 5,30 കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താണ് കൊടുക്കാം. ഫിനാൻസ് എത്ര കയറും ഏകദേശം? ഫിനാൻസ് ഏകദേശം 4,75. ഓക്കെ. ഫൈനലാക്കി 5,25 കൊടുക്കാം. കുറച്ച് കൊടുക്കും. ഓക്കെ. അപ്പൊ അടുത്തൊരു സ്വിഫ്റ്റ്, വെള്ള കളർ സ്വിഫ്റ്റ്. ഇതെങ്ങനെ മോഡൽ? ZDI ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ മുകളിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ. എത്രാമത്തെ ഓണർ? ഇത് ഓണർ മൂന്നാമത്തെ ഓണർ. 2013 മോഡൽ അല്ലേ? 2013 മോഡൽ. അതില് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഡോർ ഗ്ലാസ് ഒന്നുമില്ല, ഡോർ മാത്രം. കമ്പനി ചെയ്തല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്രണ്ടിക്ക് അടിയൊന്നും തട്ടിയിട്ടില്ല. ഒന്നും തട്ടിയിട്ടില്ല. പിന്നെ പുറത്തുനിന്നുള്ള ആഫ്റ്റർ മാർക്കറ്റിൽ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കാര്യങ്ങൾ ഒരു 80% മുകളിൽ ടയർ ഉണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ഫൈനലാക്കി നമുക്ക് കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് 3,60 കൊടുക്കാം. 3,60. അതില് എത്ര ഫിനാൻസ് വരുന്നതിന്? ഫിനാൻസ് ഏകദേശം ഒരു 3 റുപ്യന്റെ അടുത്ത്. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ ഒരു 3 റുപ്യന്റെ അടുത്ത്. അപ്പൊ ഒരു 60 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തൊരു 7 സീറ്റർ എർട്ടിഗ. ഇതെങ്ങനെ മോഡൽ? ഇത് മോഡൽ 2012. ഇത് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഇത് എത്രാമത്തെ ഓണറാ? ഇത് ഓണർ മൂന്നാമത്തെ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ? കിലോമീറ്റർ ഓടിയത് പിന്നെ ഏകദേശം ഒരു 1.44 കോടി ഉണ്ടാവും. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല, കമ്പനി ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല. റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ടയർ വരുമ്പോ അത്യാവശ്യം ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ അല്ലേ? ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫ് AC ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഇത് VDI അല്ലേ? VDI. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ ഇതൊരു 3,85 കൊടുക്കും. 3,85 നമുക്ക് ഒരു 7 സീറ്റർ. അത് മാരുതിന്റെ 7 സീറ്റർ. ഓക്കെ. നമുക്ക് എത്ര ഫിനാൻസ് വരുന്നില്ലേ? ഫിനാൻസ് ഏകദേശം 3,25 ഒക്കെ. 3,25 ഒക്കെ കയറും. ഓക്കെ.
60 ഉണ്ടെങ്കിൽ നമുക്ക് ഈ 7 സീറ്റർ 60 ഉറുപ്പിക നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് 60 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഈ 7 സീറ്റർ കൊണ്ടുപോകാം. അടുത്ത ഒരു എറ്റിയോസ് ലീവ. ഇതെങ്ങനെ മോഡൽ വരുന്നിക്കാം? ഇത് മോഡൽ 2011 മോഡൽ. പിന്നെ ഇത് റീ ആണോ അതോ ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ബാക്ക് ഗ്ലാസ് മാത്രം. അത് എങ്ങനെ ബാക്ക് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുത്ത് തട്ടിയാണ് ആക്സിഡന്റ് ആയിട്ടുള്ളതല്ല. ഓക്കെ, വേറെ ഫ്രണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഓക്കെ, ടയറും കാര്യങ്ങളും ഒരു സെക്കൻഡ് ഓണർ ആയില്ലേ? കിലോമീറ്റർ എത്ര ഓടി നിൽക്കാ? കിലോമീറ്റർ 1.72 ഓടിക്കും. 1.72. അത് ജെനുവൻ അല്ലേ? ജെനുവൻ ആണ്. ഓക്കെ, ഇന്ത്യനും കാര്യം വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യം ചെയ്തിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഇത് ഡീസലാണ്. ഏതാ ഓപ്ഷൻ? ഇതാ GD ആണ്. ആണല്ലേ? അപ്പോ നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്കൊരു 3.30 കൊടുക്കാം. 3.30 അല്ലേ? 3.30. അപ്പോ അതില് എന്തെങ്കിലും ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഒരു 2.75 ഒക്കെ ഫിനാൻസ് കയറും. 2.75 ഒക്കെ ഫിനാൻസ് കയറും. നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെങ്കിൽ 2.75 ഒക്കെ. അടുത്തൊരു ഒരു VXI അല്ലേ? പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഉണ്ടാവും. ഓക്കെ, ഫ്രണ്ടിൽ 2 പവർ വിൻഡോ. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ മോഡൽ നിൽക്കാം? ഇത് മോഡൽ വരുന്നത് 2004 മോഡൽ. 2004 പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഒരു 14-15 ഒക്കെ മൈലേജ് കിട്ടും. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റുകളൊന്നുമില്ല. AC ഇല്ല ഇതിന്? വർക്കിംഗ് ആണ്. തണുപ്പൊക്കെ ഉണ്ട്. ടയറും കാര്യം ഒരു 80% ടയറും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. നമുക്ക് ഈ സെന്ന് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? നമുക്കൊരു 92 റുപ്യ കൊടുക്കും. 92 റുപ്യ. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വന്നാൽ ചെക്കന്മാരാണ് കൂടുതൽ വരിക വണ്ടിക്ക്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. അപ്പൊ ഒരു എർട്ടിക VDI മോഡൽ. എങ്ങനെ മോഡൽ 2015-16 റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഗ്യാരണ്ടിയിൽ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ടയറും കാര്യങ്ങളും ഒരു 80% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റൂഫ് ഏസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫൈനലിലേക്ക് എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്ക് ഒരു 5.25 കൊടുക്കും. 5.25. പിന്നെ അതിൽ എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 4 റുപ്യ ലോൺ കയറും. ഫൈനലിലേക്ക് ആകുമ്പോൾ 5.25. മാക്സിമം നമുക്ക് കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കില്ല. തീർച്ചയായും അത്യാവശ്യം എത്ര മൈലേജ് കിട്ടും നമുക്ക്? ഇത് മൈലേജ് ഒരു 19-20 അടുത്ത് മൈലേജും കിട്ടും. ഓക്കെ, ആ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊളപ്പുറത്ത് നിന്ന് ഇരുമ്പുചോല എന്ന സ്ഥലത്താണ് ഉള്ളത്. അലിഫ് യൂസർ കാർസ് ഇട്ടാ. പിന്നെ ഒരു ചേളാരി ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസത്തിൽ കൊളപ്പുറം ഇരുമ്പുചോല എന്ന സ്ഥലത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് അധികം വണ്ടികൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ച് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.